ഹലോ ഗൈസ്, ഒരു കടലിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ ഇന്ന് സീ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരി വേവിക്കാൻ വെച്ച വെള്ളത്തിൽ ഞാൻ ചെമ്മീന്റെ തലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നെയ്യിൽ ആദ്യം സ്പൈസസ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കയമ റൈസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണമീൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതും നമ്മുടെ ബിരിയാണിയിലേക്ക് ഉള്ളത് തന്നെയാണ് കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പും അതിന്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി മിക്സിയിൽ അരച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഒരു പിടി മല്ലിയിലും പുതിനയിലും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത സീ ഫുഡ്സ് എന്തൊക്കെയാന്ന് കാണണ്ടേ? ചെമ്മീൻ, കൂന്തൽ, ഞണ്ട്, പിന്നെ മീൻ. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ നമ്മൾ പൊരിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് ബാക്കിയെല്ലാം വെന്തതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആ മസാലന്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴത്തെയും പോലെ പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, മല്ലിയില എല്ലാം കൂടെ ഇട്ട് 2 മിനിറ്റ് അങ്ങ് ദമ്മിൽ കിടന്നോട്ടെ കേട്ടോ. നമ്മൾ പുതിയ ബിരിയാണി പൊട്ട് വാങ്ങി എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് ഞാൻ ജ്യോതിയച്ചിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ടു ഈറ്റ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ചെമ്മീനും, കൂന്തളും, ഞണ്ടും, മീനും, ഒരു ഭംഗിക്ക് വേണ്ടി പപ്പടം കൂടെ കാച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. ഞാൻ എന്തായാലും ഇതൊന്ന് ഫുള്ളാക്കട്ടെ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.